കണ്ണൂർ കോർപ്പറേഷനിലെ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പി ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്. LDF NDA സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് വിമതയായ KN ബിന്ദുവും പയ്യാമ്പലത്ത് ജനവിധി തേടുന്നുണ്ട്. കടുത്ത മത്സരത്തിൽ ജയിച്ചു കയറിയാൽ ഇന്ദിരയ്ക്ക് വനിതാ സംവരണമായ മേയർ പദവി നിഷ്പ്രയാസം നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ് 53ാം ഡിവിഷനായിട്ടുള്ള പയ്യാമ്പലം. പയ്യാമ്പലത്ത് 4 സ്ഥാനാർത്ഥികളാണുള്ളത്. ഏകദേശം 1354 വോട്ടർമാരുണ്ട്. ഇതിനകത്ത് ശ്രദ്ധേയമാകുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന പി ഇന്ദിരയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ഒപ്പം തന്നെ LDFനും സ്ഥാനാർത്ഥിയുണ്ട്. കോൺഗ്രസിന്റെ ഒരു വിമതയായ സ്ഥാനാർത്ഥി കൂടി ഈ രംഗത്ത് ഈ ഡിവിഷണൽ മത്സര രംഗത്തുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ഇന്ദിര വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ സജീവം. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് പി ഇന്ദിരയും UDFന്റെ പ്രവർത്തകരും ചേരുകയാണ്. നമ്മളിതിപ്പം ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു ഡിവിഷനാണ്. എങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം UDFന്റേത് മുന്നോട്ട് പോകുന്നത്? നല്ല രീതിയിൽ പോവുകയാണ്. 2 റൗണ്ട് നമ്മൾ കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നല്ല വിജയപ്രതീക്ഷയോടുകൂടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഓൾറെഡി ഒരു വലിയ തരത്തിലുള്ളൊരു മാധ്യമ ശ്രദ്ധ നേടുന്ന ഒരു ഡിവിഷനായി മാറിയിട്ടുണ്ട്. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഫലനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സമ്മർദ്ദം സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഇന്ദിരച്ചിട്ടുണ്ടോ? ഇല്ല, സമ്മർദ്ദം എന്നുള്ളതല്ല. കാരണം ശ്രദ്ധേയമായത് എന്തുകൊണ്ടാണെന്നോ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ സാധാരണ നിലയിലുള്ള ഒരു സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തന്നെയാണുള്ളത്. അത് നമ്മൾ എന്തായാലും 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഡിവിഷൻ കൂടിയാണിത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു താല്പര്യത്തോടു കൂടിയുള്ള ഇടപെടൽ തന്നെയാണുള്ളത്. എന്തായാലും ഇവിടുന്ന് മറിച്ച് ചിന്തിക്കാൻ തക്ക വിധത്തിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ ഉള്ളതായി കാണുന്നില്ല. എന്തായാലും ജനങ്ങളൊക്കെ നല്ല സ്വീകാര്യതയിൽ തന്നെയാണ് ഇവിടെ നമ്മളെ സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ കൗൺസിലർ ജയസൂര്യേട്ടന്റെ സാന്നിധ്യം നമുക്ക് വലിയ കരുത്ത് പകരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ഒരു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDFന്റെ മുഴുവൻ വോട്ടും വേറെ ഒരിടത്തേക്ക് പോവില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ട്.